ഡോക്ടേഴ്സിനെ കാണാൻ വേണ്ടിയിട്ട് വെയിറ്റിംഗ് ഏരിയയിൽ ഇരിക്കുന്ന പേഷ്യൻസിൻ്റെ ഇടയിൽ വരുന്നൊരു ഡിസ്കഷൻ എന്താ വെച്ചാൽ, ഇപ്പോൾ ഡോക്ടർ ഷോപ്പിങ്ങിൻ്റെ ഒരു സമയമാണല്ലോ. ഒരു ഡോക്ടറെ അടുത്ത് പോയി പനി മാറിയില്ല, അടുത്ത ഡോക്ടറെ അടുത്ത്. അപ്പോൾ എന്താ വെച്ചാൽ പേഷ്യൻസ് ഇങ്ങനെ വെയിറ്റിംഗ് ഏരിയയിൽ ഇങ്ങനെ ബെഞ്ചിലിരിക്കുന്ന സമയത്ത് പരസ്പരം വരുന്ന ചർച്ചയിൽ വരും, ഞാൻ ആ ഡോക്ടറെ അടുത്ത് പോയി, ഡോക്ടർ ഒരു ടെസ്റ്റും ചെയ്തില്ല. ഈ ഡോക്ടറെ അടുത്ത് വന്നു, ഡോക്ടർക്ക് ഒരുപാട് ടെസ്റ്റുകൾ ചെയ്തു. അപ്പോൾ ടെസ്റ്റുകൾ കുറേ ചെയ്യുന്ന ഡോക്ടേഴ്സിനാണ് കൂടുതൽ എന്നെക്കുറിച്ച് മനസ്സിലാവുക എന്നുള്ളൊരു ധാരണയാണ് പൊതുവെ പേഷ്യൻസിൻ്റെ ഇടയിലുള്ളത്. അപ്പം നമ്മൾ പനിച്ച ഉടനെ പോയി ടെസ്റ്റ് ചെയ്യാത്ത ഡോക്ടേഴ്സ് പൊതുവെ ആദ്യത്തെ കാഴ്ചയിൽ തന്നെ ടെസ്റ്റ് എഴുതാറില്ലല്ലോ. പൊതുവെ 2-3 ദിവസം മരുന്ന് കഴിച്ചു നോക്കൂ, എന്നിട്ട് കുറവില്ലെങ്കിൽ നമുക്ക് ഈ ടെസ്റ്റുകളൊക്കെ ചെയ്തു വരാം എന്നാണല്ലോ ഡോക്ടേഴ്സ് പൊതുവെ പറയാറുള്ളത്. അപ്പോൾ അതിന് ക്ഷമ കാണിക്കാത്തൊരു ഒരു ആൾക്കാരുണ്ട്. വല്ലാത്ത അവസ്ഥയാണ്. അവർക്ക് എന്തെങ്കിലും ഒരു 1-2 സ്പെസിഫിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് നന്നായിരിക്കും എന്ന് തോന്നുന്നു. ഞാൻ ഒരു DDRC പോലത്തെ ലാബ് കാണുമ്പോൾ അതിന് ഞാൻ എങ്ങനെയാണ് നോക്കിക്കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതോ ഒരു ഔട്ട്സ്കേർട്ടിലുള്ള ഏതൊരു പ്രാന്തപ്രദേശത്തുള്ള ഒരു ഹോസ്പിറ്റലിലോ ക്ലിനിക്കിലോ ലബോറട്ടറി സംവിധാനം ഇല്ലായിരിക്കാം. അപ്പോൾ അവിടെ ചെയ്യേണ്ട ഒരു ടെസ്റ്റ് ചെയ്യാനുള്ളൊരു സംവിധാനമായിട്ട് മാത്രമാണ് ഞാൻ ഇത്തരത്തിലുള്ള ബുട്ടീക്ക് ലാബുകളെ കാണുന്നത്. ഒരിക്കലും അവർക്ക് പോയി കുറച്ച് ടെസ്റ്റ് ചെയ്ത് അതിലൂടെ ആത്മരതി കണ്ടെത്തി ഞാൻ പൂർണ്ണമായിട്ടും ആരോഗ്യവാനാണെന്ന് വിചാരിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ ആശ്രയ കേന്ദ്രമായിട്ട് ഞാൻ ഈ പറയുന്ന ലാബുകളെ കാണാറില്ല. അങ്ങനെ കാണേണ്ടതില്ല. അങ്ങനെ കാണാൻ ഒരു ഡോക്ടറും ഒരു അധ്യാപകനും പഠിപ്പിക്കുന്നുമില്ല. ലാബുകൾ എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മളൊക്കെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ PG ലൈഫിലൊക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്താൽ ഡോക്ടേഴ്സ് വഴക്ക് പറയുന്ന ഒരു സാഹചര്യമുണ്ട്. വി ഹാവ് ടു റാഷണലൈസ് ഫോർ ഓൾ ദ ഇൻഡിക്കേഷൻസ് ദാറ്റ് വി ഡു. കൃത്യമായിട്ട് കാരണം പറഞ്ഞു കൊടുക്കണം എന്തിനാണ് ടെസ്റ്റ് ചെയ്തതെന്ന്. ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ഞാനൊരു ചെക്കപ്പ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മുന്നിലേക്ക് വെക്കുന്ന ടെസ്റ്റ്, ആ ടെസ്റ്റിനകത്ത് എന്തൊക്കെ വേരിയേഷൻ ഉണ്ടെന്ന് പറഞ്ഞു കൊടുക്കേണ്ട ഒരു പ്രത്യേകമായ മാനസികാവസ്ഥ നമുക്കുള്ളത്. നമ്മുടെ ജോലി അതാണ്. ഇതാണ് ഒരു സംഗതി. ഇപ്പോൾ ഇന്നലെ എൻ്റെ ഒപ്പിലൊരു പേഷ്യൻ്റ് വന്നു. അപ്പോൾ ഒരു 3-4-5 പേര് കൂടിയാണ് വന്നത്. അപ്പോൾ ഞങ്ങളുടെ നാടെന്ന് പറഞ്ഞാൽ ഒരുപാട് വിദേശത്തുള്ള പ്രവാസികളുള്ള നാടാണ്. പ്രവാസികൾ വന്നാൽ ആദ്യം തന്നെ ചെക്കപ്പ് ചെയ്യും. ചെക്കപ്പ് ചെയ്ത് എൻ്റെ അടുത്ത് വന്നു. കുറേ ഈ ലാബുകാരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അവർ കുറേ റെഡൊക്കെ മാർക്ക് ചെയ്യും. അവർ തന്നെ ഒരു നോർമൽ റെഫറൻസ് റേഞ്ച് വെച്ചിട്ട് അവരിനെ ഒരു ആരോയൊക്കെ ഇടും. ഭീതിയാണല്ലോ, ബ്രേക്കിംഗ് ന്യൂസ് ആണല്ലോ എല്ലാത്തിൻ്റെ അടിസ്ഥാനം. അപ്പോൾ ഈ പേഷ്യൻ്റ് ഇങ്ങനെ വലിയൊരു ബാണ്ടക്കെട്ടായിട്ട് വരെ ഇന്ന് തീരുമാനമാവും. അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നു, നമ്മൾ നോക്കുന്നു. അപ്പോൾ വൈറ്റമിൻ D ഇത്ര കുറവ്, യൂറിക് ആസിഡ് ഇത്ര കൂടുതൽ, സോഡിയം 135 വേണ്ടത് 132, HB 13 റെഫറൻസ് റേഞ്ച് 12.9, പ്ലേറ്റ്ലെറ്റ് അങ്ങനെ. അപ്പോൾ ഓരോന്ന് കാണുന്നു. അപ്പോൾ ഞാനിങ്ങനെ നോക്കി അവസാനം ഞാൻ അവർക്ക് ജീവിതശൈലി പറഞ്ഞു കൊടുക്കുകയാണ്. ഇന്നത് ചെയ്യണം, എക്സസൈസ് ചെയ്യണം, ഉറക്കം നന്നാക്കണം, ടെൻഷൻ കുറയ്ക്കണം, പ്രോട്ടീൻ അധികം കഴിക്കണം. എല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇനി പോകാം എന്ന് പറഞ്ഞു. അപ്പോൾ 3 സ്ത്രീകളും ഒരു പുരുഷനാണ് പേഷ്യൻ്റ്. അപ്പോൾ ഈ സ്ത്രീകൾ പരസ്പരം ചോദിച്ചു, മരുന്നൊന്നും ഇല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ അവരുടെ ചോദ്യം എൻ്റെ വായിലൂടെ ഞാൻ തിരിച്ചു ചോദിച്ചു, ഞാനൊരു മോശം ഡോക്ടറല്ലേ മരുന്ന് ചെയ്താത്തതുകൊണ്ട്? അപ്പോൾ ഈ വ്യക്തി പറഞ്ഞു, അല്ല, ഞാൻ കുറേ കാലമായിട്ട് ഇങ്ങനെയുള്ള ഡോക്ടർമാർ ആഗ്രഹിക്കുന്നുണ്ടെന്ന്. അപ്പോൾ മനസ്സിലാക്കേണ്ടത് എല്ലാ ഡോക്ടർമാരും ഇങ്ങനെ തന്നെയാണ്. ഈ സമൂഹത്തിൽ ഉണ്ടാക്കിയെടുത്തൊരു സോഷ്യൽ പ്രഷറാണ് ചില ഡോക്ടർമാരെയൊക്കെ ഇങ്ങനെ ടെസ്റ്റുകൾ എഴുതാൻ പ്രേരിപ്പിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഡോക്ടേഴ്സ് ബേസിക്കലി നമ്മുടെ രോഗത്തിനെ ചികിത്സിക്കാൻ, നമ്മളെ പാമ്പർ ചെയ്യാൻ, നമുക്ക് എമ്പതി പകരാൻ വേണ്ടി തന്നെയാണ് ഇവിടെ ഉള്ളത്. ഒരു പ്രത്യേകതരം പൊതുബോധം ക്രിയേറ്റ് ആയിട്ടുണ്ട്. ആ പൊതുബോധം എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏറ്റവും കൂടുതൽ ക്യാഷുള്ള ആൾ ഏറ്റവും വലിയ ടെസ്റ്റുകൾ ചെയ്ത് ഏറ്റവും കൂടുതൽ രോഗത്തിൽ നിന്ന് മുക്തനാവുക എന്ന് പറയുന്ന പ്രത്യേകതരം ഒരു ഡോഗ്മ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരാൾ 20,000 രൂപ കൊടുത്ത് ടെസ്റ്റ് ചെയ്താൽ പോലും അയാൾക്ക് ഒരു രോഗവും ഇല്ല എന്ന് പറയാൻ കഴിയില്ല. അത് ആ പ്രയോഗത്തിലൊരു പ്രശ്നമുണ്ട്. കാരണം നമ്മൾ രോഗം സ്ഥിരീകരിക്കാൻ ഇരിക്കുന്നവരല്ല, രോഗമില്ല എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കാനിരിക്കുന്നവരാ. പക്ഷെ പലപ്പോഴും ഗതികേട് കൊണ്ട് ഈ ഡോക്ടേഴ്സിന് നിങ്ങൾക്ക് രോഗമില്ല, അല്ലെങ്കിൽ ഈ രോഗങ്ങളൊന്നും നിങ്ങൾക്കില്ല എന്ന് പറയേണ്ടി വരും. ഞാൻ പറയുന്നത്, നമ്മളാരും അടിസ്ഥാനപരമായിട്ട് രോഗികളല്ല എന്ന് എന്തുകൊണ്ടാണ് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തത്?